നിങ്ങളെ ഒരു സൈഡ് അവർ കൊണ്ടുപോയിക്കോളും. നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റണം. നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കുറച്ച് കടങ്ങൾ മാത്രമേ ഉണ്ടാവില്ല. ഇപ്പൊ എനിക്കും നിങ്ങൾക്കും ഇപ്പൊ നിലവിൽ കുറച്ച് കടങ്ങളാണ്. നിങ്ങൾ തൂക്കി നോക്കി കഴിഞ്ഞാല് നമ്മള് സമ്പത്തിരിക്കുന്ന പട്ടിക എവിടെയും കടമുള്ളത് അല്ല കടമുള്ളത് എവിടെയായിരിക്കും നമ്മുടെ ലക്ഷ്യങ്ങളും അല്ലെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെയുണ്ടാവും. ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ തെരഞ്ഞെടുത്തത്. നമ്മൾ വന്നിട്ട് ഇപ്പൊ ഒരു വർഷാന്നല്ലേ ഉള്ളൂ. നിങ്ങളെന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഞാനൊരു ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ ബയോട്ടോറി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ബിസിനസ് പാർട്ട്ണറാണ് എന്നുള്ളതിൽ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഷൂ വാങ്ങും, ഇൻസൈഡ് ചെയ്യും, വേണമെങ്കിൽ ടൈയും കൂട്ടിട്ട് നാട്ടിനോടാണ്. നിങ്ങളിപ്പോ പിച്ചക്കാരനെ പോലെ നടക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ കൂടെ പിച്ചക്കാരായ ആളുകൾ വരുന്നത്. നിങ്ങളൊരു പണക്കാരനെ പോലെ നടന്നു കഴിഞ്ഞാൽ പണക്കാരനെ പോലുള്ള ആളുകൾ നിങ്ങൾ കൂടെ. വളരെ സിമ്പിളാണ്. അത് മാറ്റം എന്നുള്ളതാണ്, മനസ്സുകൊണ്ട് മാറ്റം എന്നുള്ളതാണ്. ആർക്കെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ സോറി, ഡിസ്ക്ലൈമർ ഉണ്ട്, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. ലീഡർഷിപ്പ് എത്രത്തോളം ആളുകൾ ഉൾക്കൊള്ളും എനിക്കറിയില്ല. ഇന്നാലും ഞാൻ പറയാണ്, ആരി എസ് ട്രൂമാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, എ ലീഡർ ഈസ് എ മാൻ. ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഹു ഹാസ് ദ എബിലിറ്റി ടു അതർ പീപ്പിൾ ടു ഡു, മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. വാട്ട് ദേ ഡോണ്ട് വാണ്ട് ടു ഡു, അവർക്ക് ആഗ്രഹമില്ല, അവർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, അവരിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ആളാണ് ഒരു ലീഡർ. അത് പൊളിറ്റിക്സിലാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും ഡയറക്ട് സെല്ലിംഗിലേക്ക് നിങ്ങൾ ഒരാളെ കൊണ്ടുവന്നാൽ അവരെ കൊണ്ട് നിങ്ങൾ 1-to-1 ലിസ്റ്റ് ഇടിക്കുകയും അവരെ കൊണ്ട് ഹോം മീറ്റിങ്ങുകളും BOP സെന്ററിൽ ആളെ എത്തിക്കുകയും NDOP എത്തിക്കുകയും ലീഡർഷിപ്പ് പ്രോഗ്രാം എത്തിക്കുകയും ചെയ്ത് അവരെ മോൾഡ് ചെയ്ത് ലീഡറാക്കുമ്പോൾ പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന പോലെ നമുക്ക് അവരെ ഭരിക്കാൻ വേണ്ടിയിട്ടില്ല എന്നുള്ള ബോധം നമുക്കുള്ള കാലത്തോളം നമുക്ക് ആരെ കൊണ്ടും എന്ത് ചെയ്യാം, ലിസ്റ്റ് ഇടിക്കാം, 1-to-1 കുടിപ്പിക്കാം, NDOP ആളെ എത്തിക്കാം, BOP സെന്റർ ആളെ എത്തിക്കാം അല്ലെ. കാരണം നമ്മൾ അവരെ എന്ത് ചെയ്യാണ്, സപ്പോർട്ട് ചെയ്യണം. ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവർ ചെയ്യാത്തത്. നിങ്ങൾക്ക് ലിസ്റ്റ് മേക്ക് ചെയ്യാൻ ഇഷ്ടമല്ല, ലിസ്റ്റ് മേക്ക് ചെയ്യാൻ പറയുന്ന കാലത്ത് ലിസ്റ്റ് മേക്ക് ചെയ്യാൻ ഇഷ്ടമല്ല, നിങ്ങൾക്ക് 1-to-1 പോകാൻ ഇഷ്ടമല്ല, നിങ്ങൾക്ക് BOP സെന്റർ പോകാൻ ഇഷ്ടമല്ല. അപ്പൊ എന്ത് സംഭവിക്കും? മെല്ലെ നിങ്ങൾ അങ്ങനെയായി തീരും. അപ്പൊ ലീഡർഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൂടെ വന്ന ആളുകളെ എന്ത് ചെയ്യണം, അവർക്ക് ഇഷ്ടമില്ലെങ്കിലും അവരെ കൊണ്ട് ലിസ്റ്റ് ചെയ്യിപ്പിക്കണം, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരെ കൊണ്ട് സെയിൽ പോസിപ്പിക്കണം, അവർക്ക് ഇഷ്ടമില്ലെങ്കിലും അവരെ കൊണ്ട് BOP സെന്ററിലേക്ക് എത്തിക്കണം, അവർക്ക് ഇഷ്ടമില്ലെങ്കിലും അവരെ കൊണ്ട് NDOPകളിൽ എത്തിക്കണം, എല്ലാ പ്രോഗ്രാംസിലേക്ക് അവരെത്തിക്കണം. അപ്പൊ നിങ്ങളൊരു ലീഡറാവും. നിങ്ങളുടെ വരുമാനം കൂടി വരും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി MLM-ലേക്ക് വരുന്ന സമയത്ത് 7 മണിയല്ലേ, എന്തൊക്കെയാണ് അപ്ലൈന്റെ ഇമ്പോർട്ടൻസ്? എല്ലാരും പറയും എനിക്ക് ആളെ തന്നിട്ടില്ല അല്ലെ, എന്റെ ഒരു ലെഗ് കൊണ്ടുവന്ന് തന്നിട്ടില്ല, ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല. ഒരു അപ്ലൈൻ എന്ത് ചെയ്യണം എന്നുള്ളതിൽ ഒരാളെ കൊടുക്കണമെന്നോ, ഒരു ലെഗ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണമെന്നോ, ഔട്ടറിൽ ഒരു ലെഗ്, പവറിൽ ഒരാളെ കൊടുക്കണം, ഇൻകത്തിൽ ഒരാളെ കൊടുക്കണമെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു അപ്ലൈൻ ലീഡറാണ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്. അവർക്ക് ട്രെയിനിങ്ങും സപ്പോർട്ടും കൊടുക്കണം. അക്കാര്യം മാത്രം ചെയ്യാം. ഒന്നാമത്തെ. 2, ഓഫേഴ്സ് മോട്ടിവേഷൻ ആൻഡ് എൻകറേജ്മെന്റ്. അവരെ മോട്ടിവേറ്റ് ചെയ്യണം, എൻകറേജ് ചെയ്യണം. 3, ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് എ സ്ട്രോങ് ടീം. ഒരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കണം. 4, പ്രൊവൈഡ് ബിസിനസ് സ്ട്രാറ്റജി. അതാത് സമയത്ത് ഓരോ തരത്തിലുള്ള ബിസിനസ് സ്ട്രാറ്റജി, ഓരോ തന്ത്രങ്ങൾ, ഒരു പ്ലാനുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഈ 4 കാര്യങ്ങളാണ് ഒരു അപ്ലൈൻ എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. വളരെ സിമ്പിളാണ്. ആ രീതിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് ലീഡർ സ്കിൽ ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചു. 2, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, പറയാനുള്ള ടൈം ഉണ്ടായിരിക്കണം. 3, നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം അവർക്ക് വേണ്ടി. 4, നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിരിക്കണം. നിങ്ങൾ ട്രെയിനിങ് അറേഞ്ച് ചെയ്യാനും ട്രെയിനിങ് കൊടുക്കാനും പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലൈനെ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇനി സപ്പോർട്ടും ലീഡർഷിപ്പും റിക്രൂട്ട്മെന്റും ട്രെയിനിങ്ങും തന്നെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളത്. എന്തൊക്കെ ചാലഞ്ചാണ് ഒരു ലീഡർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു അപ്ലൈ നേരിടുന്നതല്ല? 1, ലാക്ക് ഓഫ് മോട്ടിവേഷൻ. സ്വയം മോട്ടിവേഷൻ ഇല്ല, ടീമിലും മോട്ടിവേഷൻ ഇല്ല. അതൊരു ചാലഞ്ചാണ്. അതിനാണ് നല്ല ആക്റ്റീവായിട്ടുള്ള അപ്ലൈ ലീഡറുടെ സപ്പോർട്ട്. 2, ഇൻആഡിക്കേറ്റഡ് ട്രെയിനിങ്. എന്തെങ്കിലും ട്രെയിനിങ് കൊടുത്തിട്ട് കാര്യമില്ല. ഇൻആഡിക്കേറ്റഡ് ട്രെയിനിങ് എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കൂല. പണ്ട് മുതലേ NDOP ഉണ്ട്. പ്രോഡക്റ്റ്, പ്ലാന്, പേ ഔട്ട്, പിന്നെ എന്താ പറയാ 4P ഇല്ലേ? 4P എന്താ? പ്രൊഡക്റ്റ്, പ്രൊഫൈല്, പ്ലാന്, പേ ഔട്ട്.
എല്ലാ NDOP-യിലും 1976 തുടങ്ങിയ പരിപാടി ഇപ്പോഴും തുടർന്നുകൊടുത്തു പല ആൾക്കാരും. അതൊക്കെ മാറ്റി പിടിക്കും. കാലം മാറി. കഴിഞ്ഞ 20 വർഷമായിട്ട് MLM-ന്റെ സ്ട്രക്ചർ മാറി, നമുക്കറിയുന്നില്ല. MLM-ന്റെ ലീഡർഷിപ്പിന്റെ കൺസെപ്റ്റ് മാറി, നമുക്കറിയാവുന്ന. MLM-ന്റെ പ്രൊസീജിയർ ഒക്കെ മാറി, നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഈ പഴയ അത് തന്നെ തൂക്കിക്കൊണ്ടുപോകുമ്പോൾ ഒരുപാട് എന്തുണ്ടാവും, ടീമിൽ അപ്ഡേറ്റ് ഉണ്ടാവില്ല. നിങ്ങൾ മാറണം. ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളൊക്കെ ഒരു ലീഡർ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് ടീമിലേക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം. അല്ലാതെ വീണ്ടും വീണ്ടും പഴയ വീഞ്ഞ് തന്നെ പുതിയ പുതിയ കുപ്പിയിലാക്കി കൊടുത്താൽ നമുക്ക് കാര്യമില്ല. കാരണം ഇതൊക്കെ കേട്ട് തടപ്പിച്ച ആളുകളാണ് നിങ്ങളെ കൂടെ ഉള്ളത്. 100 കണക്കിന് NDOP പങ്കെടുത്ത ആളുകളാണ് നിങ്ങളോട് വന്നത്. ഇവരാരും മോശക്കാരല്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, അവരെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യണം. അവിടെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ട്രെയിനിങ്സ്, NLP ട്രെയിനിങ്ങുകൾ, ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് ആവറേജ്, അതേപോലെ തന്നെ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ, ലീഡർഷിപ്പിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് NLP ട്രെയിനിങ്ങുകൾ, ഇന്നലെ നമ്മളവിടെ ചെയ്തപ്പോൾ ന്യൂറോ സയൻസുമായിട്ട് ന്യൂറോ പാത്വേ ആയിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ. ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ. മോട്ടിവേഷൻ കൊണ്ടൊന്നും ഒരാൾ രക്ഷപ്പെടില്ല. വെറുതെ ചാടി കയറി തുള്ളിയ കൊണ്ടൊന്നും എവിടെ ആരും എത്തൂല. അതൊക്കെ ഒരു 10 മിനിറ്റ് മോട്ടിവേഷൻ ഈസ് എ ഫ്യൂവൽ എന്നാണ്. അത് കത്തുന്ന സമയത്ത് മാത്രം എന്തുണ്ടാവും, ഒരു മോട്ടിവേഷൻ കിട്ടുമ്പോൾ കത്തും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് കിട്ടുമോ? നിങ്ങൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനിങ്ങുകൾ നിങ്ങളുടെ ടീം കൊടുക്കണം. മോട്ടിവേഷണൽ ട്രെയിനിങ് ആവശ്യമില്ല എന്നോ വേണ്ടെന്നല്ല പറയുന്നത്. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത ആളുകൾക്ക് ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനിങ് പറയും. അവരെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത് അല്ലെ. അശോക ചക്രവർത്തി ശ്രീബുദ്ധനായത് ഉള്ളുന്ന് അല്ലെ. നിങ്ങൾ കാണുന്ന എല്ലാ ലീഡേഴ്സ് ആയത് അവരെ ഉള്ളുന്ന ഒരു ദിവസം എന്തോ സാധനം പൊട്ടിയപ്പോഴാണ്. ആ പൊട്ടിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ നിങ്ങൾ കൊടുക്കണം. ലാക്ക് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. ഞാൻ തന്നെ രാജാവ് എന്നിരുന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ലീഡർമാരുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നില്ല. നിങ്ങൾ ടീമിൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. ഈ 4 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്ന അർത്ഥം. നിങ്ങളതിനെ തെറ്റിദ്ധരിക്കരുത്. മോട്ടിവേഷൻ കുറയുന്ന സമയത്ത് ടീം ചത്തുപോകും. കമ്മ്യൂണിക്കേഷൻ കുറയുന്ന സമയത്ത് ടീം ചത്തുപോകും. ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ടീം ചത്തുപോകും. ഡ്യൂപ്ലിക്കേഷൻ നടക്കാത്ത സമയത്ത് ടീം ചത്തുപോകും. ടീം ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. എന്നോട് ആർക്കും ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല കേട്ടോ. സത്യമായൊരു കാര്യം ഇതാണ്. ഇതിന് ഷായ് സാർ വരട്ടെ, മനോജ് സാർ വരട്ടെ, അവര് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്റെ ടീമിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. നിങ്ങൾ അതേപോലെ നിങ്ങൾ അപ്ലൈനെ കാണിച്ചു നോക്കുക. അവര് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. അവർക്ക് ഇതിനല്ല ഈ പണി അവരെല്ലാം എടുക്കേണ്ടത്. ഈ പണി നമ്മളെടുക്കേണ്ടത്. സ്വയം ഉത്തരവാദിത്തം എടുക്കുന്ന ഒരു കൂട്ടം ആളുകളായി നമ്മൾ മാറുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും 3.5 ലക്ഷം എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലായി. ഇപ്പൊ 5 ലക്ഷത്തിന്റെ മുകളിലായി ഓൾറെഡി. ആ 5, 10 ലക്ഷം 15 ലക്ഷം ആവാൻ 6 മാസം സമയം മതി. നമ്മുടെ കസ്റ്റമർ പാക്കപ്പ്, നമ്മൾ അതിനാണ് ബിസിനസ് ഏറ്റെടുത്തത്. കസ്റ്റമറെ കൂട്ടാൻ വേണ്ടിയിട്ട്. കസ്റ്റമർ ഇല്ലെങ്കിൽ നമ്മളില്ല. കസ്റ്റമർ ഉണ്ടാവണമെങ്കിൽ ലീഡേഴ്സ് ഉണ്ടായിരിക്കണം. ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ടീമിൽ പർപ്പസ് ഉണ്ടായിരിക്കണം, വിഷൻ ഉണ്ടായിരിക്കണം, ക്രിയേറ്റീവ് ഉണ്ടായിരിക്കണം, മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം, ടീമിനൊരു വിഷൻ ഉണ്ടായിരിക്കണം, എംപതൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ഒരു അനുകമ്പ ഉണ്ടായിരിക്കണം. ആളുകളോട് അവരൊരു മനുഷ്യനായിട്ട് കാണാൻ. നിങ്ങളുടെ ടീമിൽ വന്ന ആൾ നിങ്ങൾക്ക് ഫാമിലി ബോണസ് ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരു കരിമ്പിന്റെ ജ്യൂസ് അടിക്കുന്ന എഞ്ചിൻ പോലത്തെ എഞ്ചിനെല്ലാം നിങ്ങൾ തിരിച്ചറിയണം. അവനൊരു മനുഷ്യനാണ്. അവൻ മജ്ജയും മാംസമുള്ള ഒരു മനുഷ്യൻ. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളത് കൊണ്ട് നിങ്ങളെ കൂടെ വന്നു. അത് അദ്ദേഹം ചെയ്ത തെറ്റായിട്ട് നിങ്ങൾ കാണരുത്. അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം മനുഷ്യനാകണം. അതാണ് ഏറ്റവും ആദ്യം വേണ്ട ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി. ഓൾവേസ് ട്രെയിൻ യുവർ ടീം. ഇതൊക്കെ എങ്ങനെ ആവാന്നുള്ളതാണ്. സമയമില്ല. 7:03 അല്ലേ. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ഒരു ലീഡർ ആണെങ്കിൽ, ലീഡർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് കേട്ടാൽ മതി. ഒരു 5 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ഏറ്റെടുത്ത ഈ ബിസിനസ്സിൽ, ഈ ഒരു പ്രൊജക്റ്റിൽ ബിക്കം എക്സലന്റ് അറ്റ് വാട്ട് എവർ യു ആർ ഡൂയിങ്. എന്താണ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എക്സലന്റ് ആവണം. നോബഡി ഫോളോസ് ദ ഏവറേജ് ലീഡർ. ഒരു ഏവറേജ് ആയ ഒരു ലീഡറെ ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരുപാട് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കമ്പനി. അവിടെയൊക്കെ നമ്മൾ നേരിടുന്ന പ്രശ്നം, നമ്മളെക്കാട്ടും കഴിവും കപ്പാസിറ്റിയും ഇല്ലാത്ത, ചിന്തയില്ലാത്ത, നെഗറ്റീവായ ആളുകളെ കൂടെ ജോലി ചെയ്യുമ്പോൾ, ആ മാനേജർ അണ്ടറിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റൊക്കെ കൊടുക്കും. ഇതിങ്ങനെയാണ്, 4 വണ്ടി ഇറക്കിയാൽ മതി സാറേ. 4 വണ്ടി ഇറക്കി നമ്മൾ ലാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു 3 ഇരട്ടിയെങ്കിലും കൂടുന്നൊക്കെ പറയുമ്പോൾ അയാൾ എന്താ പറയുക, ഇതൊന്നും മുതലാളിയോട് പറയാൻ പറ്റില്ല. ഇത് പൈസ ചെലവുള്ള കാര്യമാണ്. 4 വണ്ടി ഇറക്കണമെങ്കിൽ ഏകദേശം 4 ലക്ഷം ദിർഹം വേണം.
ഇതൊന്നും പറയാൻ പറ്റൂല. ഈ പൊട്ടൻ അറിയാൻ പറ്റൂല ഈ 4 ലക്ഷം ഇറക്കി കഴിഞ്ഞാൽ 40 ലക്ഷം വാങ്ങാൻ പറ്റുന്നുള്ളത്. അപ്പൊ ഇത് ഓണർ അടുത്ത് പോയിട്ട് പറയാൻ ഹൈറാർക്കിയിൽ ചിലപ്പോൾ പറ്റിയെന്നില്ല. നമ്മൾ അതുപോലെ എന്ത് ചെയ്യും, MLA വരുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ലീഡറൊക്കെ വിഷൻ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെന്തിനാ ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, നാളെ നിങ്ങളാണ് ലീഡർ, നിങ്ങൾക്കെതിരെയാണ് ഈ ചൂണ്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കഴിവും കപ്പാസിറ്റി ഇല്ലെങ്കിൽ നിങ്ങളെ കൂടെ വന്ന ആളുകൾ നിങ്ങളെ കൂടെ നിൽക്കില്ല. നോബഡി ഫോളോസ് ദ എവറേജ് പീപ്പിൾ. രണ്ടാമത്തെ, ഡെവലപ്പ് ആൻ ആർട്ട് ഓഫ് ഒബ്സർവേഷൻ. നിരീക്ഷണ പാഠം ഉണ്ടായിരിക്കും. 360 ഡിഗ്രിയിൽ നിരീക്ഷിക്കാനുള്ള പാഠം ഉണ്ടായിരിക്കണം എല്ലാ സ്ഥലത്തും. സെയിൽസിന് പോകുന്ന സമയത്താണെങ്കിലും നിങ്ങളുടെ ടീമിലാണെങ്കിലും നിങ്ങളുടെ ടീമിൽ വന്ന എല്ലാ മെമ്പേഴ്സിനെയും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അവരുടെ ലക്ഷ്യം എന്താണ്, അവരെന്തിനു വന്നു. ഇപ്പൊ എന്റെ 100ാമത്തെ നമ്പറിൽ വന്ന ഒരാളുടെ കൂടെ വന്ന ആളെ എനിക്ക് പേഴ്സണലി അറിയില്ല, സ്ട്രേഞ്ചറാണ് എനിക്ക്. മനോജ് സാറിന്റെ കഴിവ് നിങ്ങൾ നോക്കിയാൽ മതി. മനോജ് സാറിന്റെ 1,36,000 അടി താഴെയുള്ള ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ മനോജ് സാറായിട്ട് പേഴ്സണലി കണക്ഷൻ ഉണ്ടാവും, ഉറപ്പാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയം. നിങ്ങൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ഡാന മേഡം എന്ന് പറയുന്നത്, ഡാന മേഡത്തിന് മനോജ് സാറിന് അറിയാനില്ല. ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ഡാന മേഡത്തെ ശോഭാ മേഡത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് ട്രീ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 1 ലക്ഷം ആളുകളുടെ താഴെയായിരിക്കും ഇവർ രണ്ടുപേരും വന്നിട്ടുണ്ടാവുക, ഞാനടക്കം. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇപ്പൊ കണക്റ്റഡ് ആണ്. ഈ കാണുന്ന ഈ ഇതിൽ കാര്യയിരിക്കുന്ന 200ഓളം ആളുകളായിട്ട് അദ്ദേഹത്തിന് പേഴ്സണലി കണക്ഷൻ ഉണ്ട് അല്ലേ? നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ടീമിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുമാനം ചേർക്കണം. ഡെവലപ്പ് ദ ആർട്ട് ഓഫ് ഒബ്സർവേഷൻ. ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, കഴിവ് വികസിപ്പിച്ചെടുക്കുക. അവരെന്തിനു വന്നു, എന്റെ കൂടെ, എന്റെ ടീമിലാണ്. അതെന്റെ പവറിലോ ഇൻകം സൈഡിലോ എവിടെയാവട്ടെ, നിങ്ങൾ പവർ നോക്കണം ഇൻകം നോക്കണം ഒരുപോലെ, 2 കണ്ണ് പോലെ കാണണം. 2ലേക്ക് എന്നിട്ട് അവർ വന്നത് അവർ നമുക്ക് മനസ്സിലാക്കണം. അവരെന്തിനു വന്നു, അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും, അവർക്കൊരു വലിയ പ്രതീക്ഷ കൊടുത്തിട്ടാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്നത്. നിങ്ങൾ എന്ത് ചെയ്ത് പ്രതീക്ഷ കൊടുത്തിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവരെ ചതിക്കരുത്. അവിടെയാണ് ഒരു ലീഡർ ചത്തുപോകുന്നത്. ഒരു ഡൗൺലൈൻ ചത്തുപോകുന്നെല്ലാം പറയും. ഒരു ലീഡർ നശിക്കുന്നത് അവിടെയാണ്. 3ാമത്തെ, ലേൺ മോർ ദാൻ അതേഴ്സ് ഇൻ യുവർ ഫീൽഡ്. ഈ ഫീൽഡിൽ നിങ്ങൾക്ക് ലീഡർ ആവണമെങ്കിൽ നിങ്ങളെ കൂടെയുള്ള ആളുകളെക്കാട്ടൊക്കെ കൂടുതൽ നിങ്ങൾ പഠിക്കണം. അതിനായിരിക്കണം നിങ്ങൾ ടീമിന് ട്രെയിനിങ് കൊടുക്കേണ്ടത്. ടീമിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത് അല്ല. എന്തിനാ? ആ ടീമിലുള്ള ആളുകൾ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ അവരെ കൂടെ വന്ന ആളുകൾ എന്ത് ചെയ്യും, മനസ്സിലാക്കും. നേനാ മേഡത്തിന്റെ കൂടെ നിന്നാൽ രക്ഷപ്പെടും, ശോഭാ മേഡത്തിന്റെ കൂടെ നിന്നാൽ രക്ഷപ്പെടും, ഫിനീഷിന്റെ കൂടെ നിന്നാൽ രക്ഷപ്പെടും അല്ലെ? എന്തുകൊണ്ടാ? നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പലതിൽ കുറച്ച് പെയിൻ ഉണ്ട്, അതെടുക്കണം. അപ്പൊ ലേൺ മോർ ദാൻ അതേഴ്സ് ഇൻ യുവർ ഫീൽഡ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും പ്രൊഡക്റ്റ് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് വരണം എന്ന് പറയുന്നത്, പ്ലാൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ പറയുന്നത്, NDOPകൾ എടുക്കാൻ പഠിക്കുന്നത് അല്ല. എപ്പോഴും ട്രെയിനിങ്ങിൽ, ഇപ്പൊ സംസ്ഥാന ട്രെയിനിങ്ങിൽ 2 ദിവസമായിട്ട് എപ്പോഴും അദ്ദേഹം പറയുന്നതാണ്, 5 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു NDOP എടുക്കുന്ന ലീഡറാണ് അല്ലെ. 10 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ലീഡർഷിപ്പ് ട്രെയിനിങ് എടുക്കുന്ന ട്രെയിനറാണ്. അതിന് ഈസിയാണ്, വായിൽ നാവ് മാത്രമേ ഉള്ളൂ, ഒന്നും വേണ്ട വേറെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ, നിങ്ങൾ എഴുതി വെച്ചാൽ മതി, ഇതേപോലെ അങ്ങ് പറഞ്ഞാൽ മതി. ഇതിനെക്കാട്ടും കുറച്ചും കൂടി എന്നെക്കാട്ടും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, അവസരം കിട്ടാത്തതുകൊണ്ടാണ്. സെൽഫ് അനാലിസിസ്, സ്വയം അനലൈസ് ചെയ്യാം. ഞാൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെ വേണം, എന്റെ ഒബ്സ്റ്റാക്കിൾസ് എന്താണ്, എന്റെ തടസ്സങ്ങൾ എന്താണ്, അത് തിരിച്ചറിഞ്ഞ് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. എന്നിട്ട് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കുക അല്ലെ. നല്ല മലയാളത്തിൽ, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിലുള്ള മലയാളത്തിലുള്ള ബുക്ക് കിട്ടും. ഇനി എല്ലാ ബുക്കിന്റെ ഓഡിയോ ഇപ്പം യൂട്യൂബിൽ കിട്ടും. നിങ്ങൾ വെറുതെ ഒന്ന് സെർച്ച് നോക്കിയാൽ മതി. റിച്ച് ഡാഡ് പുവർ ഡാഡ് അല്ലെ, നിങ്ങൾക്ക് കിട്ടും അതിന്റെ ഓഡിയോ യൂട്യൂബില്. സീക്രട്ട് ആ ബുക്കുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഓഡിയോ മലയാളത്തിലുള്ളത് കിട്ടും, കേട്ടാൽ മതി ഒരു ഇയർഫോണൊക്കെ വെച്ചിട്ട്. ബി വിത്ത് അതർ ലീഡേഴ്സ്. 5ാമത്തെ പോയിന്റ്, എല്ലാ ലീഡറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞാൽ ഈ 5 കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു MLM ലീഡറായിട്ട് മാറാൻ പറ്റും. ഞാൻ പറഞ്ഞത് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. പക്ഷെ നിങ്ങൾ ഒരു ലീഡർഷിപ്പിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ പരിധിന്റെ ഒരു കഥ പറയുന്ന പോലെ ഒരു സമയം കഴിയുമ്പോൾ, കഴിഞ്ഞ 10-40 കൊല്ലം ആയില്ലേ ജീവിക്കുന്നു, പരുന്തും അതുപോലെ തന്നെയാണ്. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അതെന്ത് ചെയ്യും, ഇത് ചാവാനാകുന്ന സമയത്ത് വീണ്ടും പാറപ്പുറത്ത് പോയി അതിന്റെ കൊക്കുകൾ ഉരച്ച് പൊട്ടിച്ച് അതെന്ത് ചെയ്യും,
അതിന്റെ തൂവലൊക്കെ പറിച്ച് അല്ലെ നാങ്ങളൊക്കെ എന്ത് ചെയ്യും പൊട്ടിച്ചെടുത്ത് നിങ്ങൾ യൂട്യൂബ് വീഡിയോ എടുത്ത് കണ്ടാൽ മതി. എന്നിട്ട് ഒരു റീബർത്ത് അത് ഉണ്ടാക്കും, ഒരു വീണ്ടും പുനർജനിക്കും. പിന്നീട് അത് വീണ്ടും 10-60 വർഷത്തിന്റെ മുകളിൽ എന്ത് ചെയ്യും, അത് ജീവിക്കുന്നതാണ്. നമ്മൾ കുറെ കാലമല്ലേ ഇതുപോലെ ജീവിച്ചു പോകുന്നു. ഇനിയൊന്ന് മാറ്റി പിടിക്കുക. നമ്മളൊരു ഒരു റീബർത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഹെൽത്തി ആയ ഫൈനാൻഷ്യലി ഫ്രീഡം ഉള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ചൊക്കെ സ്ട്രഗിൾ ഉണ്ടാവും. ഈ സൂമുകാരി എന്നതുകൊണ്ട് ആരും എവിടെയും വിജയിക്കൂല. അങ്ങനെ വിജയിക്കുന്നതാണെങ്കിൽ ലോകത്തിലെ എല്ലാം ഏറ്റെടുത്ത 100% ആളുകളും വിജയിക്കൂല. നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങി പണിയെടുത്ത് ആളുകളെ കൂടെ പണിയെടുത്ത് ആളുകളെ കൂട്ടി പണിയെടുക്കുന്ന സമയത്താണ് നിങ്ങൾ വിജയിക്കുക. എല്ലാവർക്കും എല്ലാവിധ വിദ്യാശംസകൾ നേരുകയാണ്. ഒരു കാരണവശാൽ ഇത് നെഗറ്റീവായിട്ട് എടുക്കരുത്. ഇത് ഇങ്ങനെ പറയാൻ പറ്റൂ, ഇത് സൂമിൽ എടുക്കേണ്ട സെഷൻ അല്ല. ഇത് ലൈവായിട്ട് നമുക്ക് എന്താ പറയുക, നെഞ്ചി തീയുള്ള മൂട്ടിനെ തീപിടിച്ച ആളുകൾക്ക് കൊടുക്കേണ്ട സെഷനാണ്. ഇവിടെ തന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് മാറണമെങ്കിൽ നിങ്ങൾ മാറിയേ പറ്റൂ. ഇഫ് യു നീഡ് എ ചേഞ്ച് യു ചേഞ്ച് എന്നാണ്. അതുകൊണ്ട് എല്ലാവർക്കും വളരെ സമ്പൽ സമൃദ്ധമായ എല്ലാ അഭിവൃദ്ധികളും ഉണ്ടാകുന്ന ഒരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.